മമ്മൂക്ക എവിടെ പോയാലും പിഷാരടിയുണ്ട്. എവിടെ പോയാലും അല്ല പല പല സ്ഥലങ്ങളിലും എവിടെ പോയാലും ട്രോളുകൾ ഇറങ്ങുന്നുണ്ട്. മമ്മൂക്ക ട്രോളുണ്ടോ? എന്ത് ട്രോളുകൾ ഇറങ്ങുന്നുള്ളത്. മമ്മൂക്കയുടെ ഒപ്പം പിഷാരടി. അതിലെന്താ ട്രോൾ ചെയ്യാനുള്ളത്? ആളുകള് ഓരോ കാര്യങ്ങൾ ഇടുന്നുണ്ടല്ലോ. മമ്മൂക്ക എവിടെ പോയാലും പിഷാരടി ഉണ്ട്. നിങ്ങൾ തമ്മിലുള്ള സൗഹൃദം, അതായത് അതിനെ സൗഹൃദം എന്ന് പേരിട്ട് വിളിക്കാൻ പോലും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. സൗഹൃദം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ തോളെ കൈയിടുകയും ഒക്കെ ചെയ്യണം അല്ലേ? എനിക്ക് അദ്ദേഹത്തോടുള്ളത് സ്നേഹവും ബഹുമാനവുമാണ്. ഒരു പക്ഷെ അദ്ദേഹത്തിന് എന്നോടുണ്ടാവുക സ്നേഹവും പരിഗണനയുമാണ്. അദ്ദേഹം എന്നെ ഒരല്പം കൂടെ പരിഗണിക്കുന്നു. അദ്ദേഹത്തിൻ്റെ അടുത്തേക്കുള്ളൊരു മാർജിൻ ഒരല്പം ഇങ്ങോട്ട് നീക്കി വരച്ചു തരുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. പിന്നെ നമ്മൾ തിയേറ്ററിൽ ആസ്വദിച്ച വലിയ ഹിറ്റുകളായിട്ടുള്ള പല സിനിമയുടെ ഒരു കാലഘട്ടം മുഴുവനുള്ള ചരിത്രം, ഓർമ്മകൾ, രാഷ്ട്രീയപരമായ ചർച്ചകൾ, ഇതിലൊക്കെ അദ്ദേഹത്തോട് നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റുന്നു. പിന്നെ ഇപ്പൊ അലി പറഞ്ഞപ്പോഴും ചില ട്രോളുകൾ ഇങ്ങനെ അതിൽ വെക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഞാനും ആരെങ്കിലുമൊക്കെ എനിക്ക് അയച്ചു തന്നിട്ട് ഞാൻ ഈ ചില ട്രോളുകളൊക്കെ അതിനകത്ത് കണ്ടിട്ടുണ്ട്. ഞാനതിനെ ഒന്നിക്ക് സന്തോഷത്തോടെ സ്വീകരിക്കും. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഒരു 2 അനുഭവങ്ങൾ പറയാലോ അലിയോട്. കുറെ നാൾ മുമ്പ് ഞാൻ ഈ ഗാനമേളയുടെ ഇന്റർവെല്ലിന് മിമിക്രി കളിക്കുമ്പം മിമിസ്പരയുടെ ട്രൂപ്പിലുണ്ട്, ഗാനമേള ട്രൂപ്പിലുണ്ട്. അപ്പൊ ഞാൻ ഈ ഗാനമേള പല ട്രൂപ്പുകളിലും ഞാൻ പോയി മിമിക്രി കളിക്കും. അങ്ങനെ തിരുവനന്തപുരത്തുള്ള ഒരു ട്രൂപ്പിൽ ഞാൻ കളിക്കുമ്പോൾ അവിടെ ഉള്ളൊരു ആർട്ടിസ്റ്റ് എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു അയാളുടെ നാട്ടിലൊരു അമ്പലത്തിലൊരു പരിപാടിയുണ്ട്, എറണാകുളത്തുള്ള മിമിക്രി ട്രൂപ്പിൽ നിന്നൊരു 4-5 പേരെ, കുറച്ച് പ്രശസ്തരായ ആൾക്കാരെ അങ്ങോട്ട് കൊണ്ടുവരണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി, കൊണ്ടുപോകാം എന്ന് പറഞ്ഞു. ഞാൻ 4-5 പേരെ കൊണ്ടുപോയി. അവിടെ ഉള്ളൊരു ഗൾഫുകാരനാണ് ഇത് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് ഒരു 1 മണിക്കൂറോളം അപ്പുറം നാഗർകോവിൽ ഭാഗത്തേക്ക് യാത്ര ചെയ്യുന്നൊരു സ്ഥലത്ത്, അതൊരു മാട്ടപ്പരിപാടി എന്നാണ് ഞങ്ങൾ പറയുന്നത്. ഒരു ട്രൂപ്പിന്റെ കർട്ടനും ബോർഡും ഒന്നുമില്ല. അവര് തരുന്ന സ്റ്റേജിലും ലൈറ്റിലും സൗണ്ടിലും നമ്മൾ പോയി സ്കിറ്റൊക്കെ കളിച്ചിട്ട് പൈസ മേടിച്ചുകൊണ്ട് വരും. ഞാൻ ഉൾപ്പെടെ 3 പേരെയും കൂടെ കൂട്ടി 4 പേര് അവിടെ പോയി. ഞങ്ങൾ അവിടെ ചെന്നു. അയാള് ഞങ്ങളെ ഒരു മാരുതി 800 കാറിൽ, ആ സ്പോൺസർ ഗൾഫുകാരന്റെ കാറിൽ, ഈ പ്രോഗ്രാമിന് എന്നെ വിളിച്ച ആൾ 3 സീറ്റിലും, ഞങ്ങൾ 4 പേര് പുറകിൽ വരുന്ന ഉത്സവ സ്ഥലത്തെത്തി. ഒരു 11 മണിക്കൊക്കെ പരിപാടി തുടങ്ങി. 12-1 മണിക്ക് പരിപാടി തീരുന്നു. പരിപാടി തീരുമ്പോഴത്തേക്ക് ഇവർക്ക് ഒരു കൂട്ടുകാരനെ കൂടെ കിട്ടിയ ഉത്സവപ്പറമ്പിൽ നിന്ന് ഈ സ്പോൺസറുടെ ഏതോ ഒരു പരിചയക്കാരനും കൂടെ വന്നു. അപ്പൊ ഇവര് ഷോ കഴിഞ്ഞ് പോകുമ്പം അയാളും കൂടെ കാറി കയറിയപ്പോൾ ഒരാൾ പുറത്തിറങ്ങി നിന്നേ പറ്റുള്ളൂ. സ്പോൺസർ ഓടിക്കുന്നു, പരിപാടിക്ക് എന്നെ വിളിച്ചവൻ ഫ്രണ്ടിലുണ്ട്. താരതമ്യേന എന്നേക്കാൾ താരമൂല്യമുള്ളവരും ഇവർക്ക് വേണ്ടപ്പെട്ട ആ 3 പേരെയും ഈ കൂട്ടുകാരനെയും കൂടെ കൂട്ടി ഈ കാർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്നോട് പറഞ്ഞു ഇവിടുന്ന് ഒരു 8 കിലോമീറ്റർ അപ്പുറത്താണ് ജംഗ്ഷൻ, ഇവരെ അവിടെ കൊണ്ടാക്കിയിട്ട് തിരിച്ചു വരാം, ഇപ്പൊ ഒരു 1:30 മണിയായിട്ടുണ്ട്, എന്നിട്ട് പിഷാരടിയും കൊണ്ടാക്കാം എന്നും പറഞ്ഞ് ഈ കാറ് പോയി. ഇവരെനിക്ക് തോന്നുന്നു ആ യാത്രയിൽ ഒരു കുപ്പിയൊക്കെ പൊട്ടിച്ചടിച്ച് പിന്നെ എന്നെ കൂട്ടാൻ വേണ്ടി ഇനി 8 കിലോമീറ്റർ തിരിച്ചു വന്നിട്ട് തിരിച്ചു പോണോ? അവര് പോയി. ഈ 1:30 തൊട്ടൊരു 3-3:30 വരെ ആ ഭാഗത്തുള്ളൊരു അമ്പലപ്പുറമ്പ് ഞാനിങ്ങനെ ഓരോ ലൈറ്റ് കാണുമ്പോഴും ഇത് എന്നെ കൂട്ടാൻ വരുന്നതാണോ എന്ന് അറിയാൻ നിന്നു. 3:30-4 മണിയപ്പോ ഉറക്കാൻ സഹിക്കാൻ വയ്യ. ഞാൻ എവിടെയെങ്കിലും കിടന്ന് ഉറങ്ങിയാൽ മൊബൈൽ ഇല്ലല്ലോ. ഇവര് വന്നിട്ട് എന്നെ കാണാതെ പോയല്ലോ എന്ന് ഓർത്തിട്ട് അവിടെ തന്നെ ഒരു ഇത്തിരി കാണബിൾ ആയിട്ടുള്ളൊരു സൈഡില് ഒരു കടയൊക്കെ ഇട്ട് അതിന്റെ ബാക്കി ഉണ്ടായിരുന്ന ഒരു പലികയിൽ ഞാൻ കിടന്ന് ഉറങ്ങി. രാവിലെ ഒരു 8-9 മണിയായി എണീറ്റപ്പം. അന്നേരം ഇന്നലെ ഉത്സവത്തിന് പരിപാടി കാണാൻ വന്നവരൊക്കെ വീട്ടിൽ ചെന്ന് കുളിച്ച് ജോലിക്ക് പോകാൻ നിൽക്കുമ്പോൾ അതേ ഉത്സവ പറമ്പിൽ ഞാൻ നിൽക്കാറും നിങ്ങൾ ഇന്നലെ ഇവിടെ പരിപാടി കളിച്ചാളല്ലോ പോയില്ലേ എന്നൊക്കെ ചോദിച്ചു. പലരും ചോദിച്ചു. ബസ് കയറി തിരുവനന്തപുരത്ത് വന്ന്, തിരുവനന്തപുരത്ത് നിന്നും എറണാകുളത്തേക്ക് ബസ് കയറുമ്പോൾ ട്രാൻസ്പോർട്ട് ബസ്സില്ല, സീറ്റൊന്നും ഇല്ല, ഉറങ്ങിയിട്ടില്ല, ഉറങ്ങി ഞാൻ എറണാകുളത്തേക്ക് വരികയാണ്. ഒരു കഥ. അപ്പോഴൊക്കെ നമ്മുടെ ആഗ്രഹം സിനിമയിൽ എന്തെങ്കിലും ആകണം, സിനിമാക്കാരെ പരിചയപ്പെടണം എന്നൊക്കെയാണല്ലോ. എനിക്ക് എറണാകുളത്തുള്ളൊരു വലിയ സ്റ്റാർ ഹോട്ടലിൽ എല്ലാ സിനിമാ താരങ്ങളുമുള്ള അമ്മയുടെ മീറ്റിങ്ങിന് മമ്മൂക്കയുടെ മേബാക്ക് കാറിൽ പോകാൻ ഒരവസരം കിട്ടുമ്പം ഞാൻ അനുഭവിക്കുന്ന സന്തോഷം, എനിക്കുണ്ടാകുന്ന അഭിമാനം, ഇവരാരും വാക്കുകളാൽ പറയുന്ന ഏത് കാര്യത്തിനും അപ്പുറമാണ് എന്നുള്ളത് കൊണ്ട് ഞാനത് ചെയ്യും. എനിക്കിത് വലിയ സന്തോഷം തരുന്ന കാര്യമാണ്. പിന്നെ അവസരം കിട്ടാൻ വേണ്ടി നടക്കുന്നു എന്ന് പറയുന്നവരുണ്ട്. ഞാൻ അദ്ദേഹത്തെ വെച്ച് ഡയറക്റ്റ് ചെയ്ത പടത്തിൽ ഞാൻ കയറി അഭിനയിച്ചിട്ടില്ല. അദ്ദേഹം എന്നോട് പറഞ്ഞു ഒരു വേഷം വേണം, നീ ആ വേഷം നീ ചെയ്തു. ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ ചെയ്ത 2 പടത്തിലും ഞാൻ അഭിനയിച്ചിട്ടില്ല. ഈ കണ്ട അതിനുശേഷം വന്ന CBI മാറ്റി നിർത്തിയാൽ മറ്റൊരു പടത്തിലും ഞാനില്ലേ 8ഓളം പടമുണ്ട്, 8 പടമുണ്ട്, ഞാൻ അഭിനയിക്കുന്നില്ല. അപ്പൊ അങ്ങനെ അവസരം കിട്ടാൻ ഇങ്ങനെ നടന്നാൽ അവസരം കിട്ടാൻ ആൾക്കാർ ഇങ്ങനെ നടക്കുന്നു, ഇങ്ങനെ നടന്നാൽ അവസരം കിട്ടും എന്നൊക്കെ ഉള്ളതൊക്കെ ഇവർക്ക് ഇതിനെക്കുറിച്ച് അറിയാത്തത് കൊണ്ടാണ്.
അദ്ദേഹം എന്ന് പറയുന്ന ഒരു വലിയ മനുഷ്യൻ, ഇന്ത്യ മുഴുവൻ ആദരിക്കുന്ന, ഇന്ത്യയിലുള്ള ഏത് ഇൻഡസ്ട്രിയിൽ പോയാലും അവിടെയുള്ള ആൾക്കാർ വളരെ റെസ്പെക്റ്റോട് കൂടി കാണുന്ന ഒരാൾ എന്തോ കാരണം കൊണ്ട് എനിക്കൊരു മാർജിൻ ഇച്ചിരി ഇങ്ങോട്ട് നീക്കി വരച്ച് തന്നത് ഞാൻ വളരെ ഗംഭീരമായി സന്തോഷത്തോടു കൂടി എനിക്കൊരു അവാർഡ് കിട്ടിയ പോലെ ആസ്വദിക്കുന്നു. അത്രേ ഉള്ളൂ ആ കാര്യത്തിൽ. ഈ മമ്മൂക്ക ഈ പല കാര്യങ്ങളും ഇപ്പം നമ്മൾ എവിടേക്ക് ഇരുന്നാലും പിഷാരടി ഒരുമിച്ചുണ്ടാവും. നിങ്ങൾ പല കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതാണ്. നിങ്ങളിപ്പോൾ ഒരുമിച്ചുള്ള പ്രശ്നം കഴിഞ്ഞ് നിങ്ങൾ ഏറ്റവും അടുത്തിരിക്കുന്ന പിഷാരടി ആയിരിക്കും. നമ്മളൊക്കെ കാണുന്ന ഒരു ഏറ്റവും അടുത്തിരിക്കുന്ന പിഷാരടി. എത്ര വലിയ ആളുകളുണ്ട് ഈ പിഷാരടി അരികത്തുണ്ടാവും. നിങ്ങൾ പല കാര്യങ്ങളും സംസാരിച്ചതും അത്രമാത്രം ഇഷ്ടം മമ്മൂക്കാക്ക് പിഷാരടിയിൽ ഉണ്ടാകാനുള്ള ഒരു കാരണത്തെക്കുറിച്ച് ഞാൻ വേറൊരു ഇന്റർവ്യൂ പറഞ്ഞു. ഞാനത് അന്വേഷിച്ചിട്ടില്ല. ഞാനത് അന്വേഷിച്ചാൽ ചിലപ്പോൾ ഞാനത് കൃത്രിമമായിട്ട് ചെയ്തു തുടങ്ങും. നമുക്ക് ഇഷ്ടം കൂടുതൽ കിട്ടാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പം അത് കൃത്രിമമായിട്ട് ചെയ്യും. അത് ചെയ്യാൻ പാടില്ല. അത് അന്വേഷിക്കേണ്ട. അത് കിട്ടിയത് ഭാഗ്യം, അത്രേ ഉള്ളൂ എന്ന് കണക്ക് കൂട്ടിയാൽ മതി. അപ്പോൾ ഒരു ദിവസം ഒരു 2-3 ആർട്ടിസ്റ്റുകളൊരു ഫ്ലൈറ്റ് ഉണ്ട്. ഞാൻ അദ്ദേഹത്തിനെ നമുക്ക് എടുത്തുകൊണ്ട് ഒരു ഫോട്ടോ എടുക്കണം. കഴിഞ്ഞ അവരെ വിളിച്ചു എടുത്തോളാൻ പറഞ്ഞു. അവരെ ഫോട്ടോ എടുത്തു കൊടുത്തു. അവരവിടെ ഇരിക്കുകയല്ലായിരുന്നു ചോദിച്ചു. ഞാൻ അതെ, അവരെ ഫോട്ടോ എടുപ്പിക്കാൻ വേണ്ടിയാണ്. ഞാൻ പറഞ്ഞു എനിക്കൊരു നല്ല മാങ്ങയുടെ കഷ്ണം കിട്ടി, 2 കഷ്ണം അവർക്കും കൂടെ കൊടുക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചു എന്ന് പറഞ്ഞു. അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ, രാഷ്ട്രീയത്തിൽ ഇറങ്ങണോ, പ്രവർത്തിക്കൂ. ഈ സിനിമാ നടൻ എന്ന അഡ്രസ്സും വെച്ച് രാവിലെ ഇറങ്ങി രാഷ്ട്രീയത്തിൽ പോകരുത്. രാഷ്ട്രീയത്തിൽ ഇറങ്ങണം, ഇറങ്ങി പ്രവർത്തിക്കണം, എന്നിട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്റെ പൊന്നെ, ഞാൻ ആ വിഷയം വീണ്ടും എടുത്തു. അല്ല, ഇതാണ്. അപ്പൊ അതൊക്കെ അവരുടെയൊക്കെ ഒരു ജീവിത അനുഭവങ്ങൾ. എത്ര വലിയ വ്യക്തിത്വമാണ്. അതിന്റെ കൂടെ നിൽക്കുന്നത് നമ്മളും റിഫൈൻഡ് ആവും. അല്ല, മമ്മൂക്കാക്ക് രാഷ്ട്രീയമുണ്ട്, പക്ക രാഷ്ട്രീയമുണ്ട്. മമ്മൂക്ക പിഷാരടിയെ പോലെ സ്റ്റേജിൽ പോയി രാഷ്ട്രീയം പറയാൻ പോകാറില്ല. അത് ഓരോരുത്തരുടെ ചോയ്സ് അല്ലേ. രാഷ്ട്രീയം വിട്ടെ. മമ്മൂക്കാടെ രാഷ്ട്രീയം ഉള്ളിലാണ്. നമുക്ക് ചോദ്യം വരുന്നുണ്ട്. മമ്മൂക്ക മറ്റൊരു രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകൻ കൂടിയാണ്. ആ മമ്മൂക്കാടെ കൂടെ കോൺഗ്രസിന് വേണ്ടി സപ്പോർട്ട് ചെയ്ത് പരസ്യമായിട്ട് CPM വരെ എതിർക്കുന്ന പിഷാരടി എന്തിനു കൊണ്ടുനടക്കുന്ന ഒരു ചോദ്യം ഇവിടെ വരുന്നുണ്ട്. സാർ, വിശാല മനസ്സുള്ളവർക്ക് ആശയപരമായ ഇവിടെ ചോദ്യം വന്നിട്ടുണ്ട്. വന്നാൽ പോലും വന്നിട്ടുണ്ട്. അവരൊക്കെ വളരെ വിശാല മനസ്സുള്ള ആൾക്കാരാണ്. അല്ലാതെ ഒരുത്തൻ കോൺഗ്രസ്സുകാരനാണ്, അയ്യടാ അവൻ മറ്റവൻ, അങ്ങനൊന്നും ഇല്ല. അങ്ങനെ ഒരു ഞാൻ പറയാം, എനിക്ക് അങ്ങനെ ഇല്ലല്ലോ. എനിക്ക് ആരോടാ വിരോധം? അതെ അതെ, ഞാൻ ആരോടാ? ചോദ്യം വരുന്നത് ചെറിയ മനസ്സുകളിൽ നിന്നാണ്. അദ്ദേഹത്തെ പോലൊരു വലിയ മനുഷ്യൻ ഒരാളെ രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ട് അകറ്റി നിർത്തുവോ, മതപരമായ കാരണങ്ങൾ കൊണ്ട് അകറ്റി നിർത്തുവോ, കലാപരമായ കാരണങ്ങൾ? അങ്ങനെ ചെയ്യില്ല. അവരത്രയും വലിയൊരു ലെവലിൽ, അത്രയും ഉന്നതമായ സ്ഥലങ്ങളിൽ ഇരിക്കുന്നത് അവർക്ക് അത്ര വിശാലമായ കാഴ്ചപ്പാടുള്ളത് കൊണ്ടാണ്. തീർച്ചയായിട്ടും. അപ്പൊ എനിക്കതൊരു വലിയ ഭാഗ്യമാണ്. ഞാൻ ഒരിക്കൽ പണ്ടൊരു അവാർഡ് നൈറ്റിൽ ഇങ്ങനെ പോകുമ്പം ധർമ്മജനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ കലാകാരനായതുകൊണ്ട് എനിക്ക് ഏറ്റവും ഉണ്ടായ ഗുണം, ഞാൻ കുറെ രാജ്യങ്ങൾ കണ്ടു, അത്യാവശ്യം പൈസ കിട്ടി. ഇതൊന്നും മാത്രമല്ല, എനിക്ക് മറ്റ് കലാകാരന്മാരുടെ അടുത്തേക്ക് നേരെ കയറി ചെല്ലാൻ പറ്റുമായിരുന്നു. ദാസേട്ടൻ, MG അണ്ണൻ, ഉണ്ണിമേനോൻ, വേണുഗോപാൽ, സുജാ ചേച്ചി, ചിത്രചേച്ചി, പാട്ടുകാര്, മമ്മൂക്ക, ലാലേട്ടൻ, സുരേഷ് ഗോപി, ഇങ്ങനെ നമ്മൾ കണ്ടു വളർന്ന ആൾക്കാരുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ആരാന്ന് ചോദിക്കാതെ എത്താൻ പറ്റുന്നതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അവാർഡ് എന്ന് വിചാരിച്ച് ജീവിച്ചിരുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ എനിക്ക് ഇതൊരു വലിയ പ്രിവിലേജാണ്. ഇതിനും കൂടെയൊക്കെ വേണ്ടിയാണ് ഞാൻ കലയിൽ കിടന്നിങ്ങനെ അലഞ്ഞതും ഇറങ്ങിയതൊക്കെ. അപ്പൊ അത് എനിക്ക് തരുന്ന സന്തോഷം അളവറ്റതാണ്. ഇതിൽ